മലയോര ഗ്രാമങ്ങളിലെ മനോഹര കാഴ്ചകൾ തേടിയാണ് കണ്ണൂരിൽ നിന്നുള്ള ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര. ആലക്കോട് കാപ്പിമലയിലെ ഗ്രാമീണ ഭംഗിയും പൈതൽക്കുണ്ട് വെള്ളച്ചാട്ടവും കാഴ്ചകളിലെ അധികം അറിയപ്പെടാത്ത സൂപ്പർ സ്റ്റാറാണ്. ആസ്വാദനത്തിനൊപ്പം അല്പം സാഹസികത കൂടി ആവശ്യപ്പെടുന്നതാണ് കാപ്പിമലയിലേക്കുള്ള യാത്ര. പോയി വരാം. കണ്ണൂരിലെ മലയോര ഗ്രാമങ്ങളുടെ ഹൈറേഞ്ച് കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. ഇന്നത്തെ ലൊക്കേഷൻ ആലക്കോട് കാപ്പിമല. ആ കാഴ്ചകളിലേക്ക് പോകാം. കോടമഞ്ഞിന്റെ തൂവെള്ളക്കമ്പളം പുതച്ച പശ്ചിമഘട്ട മലനിരകളുടെ വന്യമായ സൗന്ദര്യം, വെള്ളിയാഭരണം കണക്കെ പല വഴിക്ക് പതഞ്ഞൊഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടം, പൈതൽ മലയിലേക്കുള്ള കവാടം കൂടിയാണ് കാപ്പിമല. റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര ആലക്കോട് കാപ്പിമലയിലാണ് എത്തി നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് പൈതൽക്കുണ്ട് വെള്ളച്ചാട്ടം. എങ്ങോട്ട് നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകൾ. കാണുന്നതാണ് പൈതൽമല. ആ മലയുടെ മറ്റൊരു ചെരുവിലാണ് പൈതൽക്കുണ്ട് വെള്ളച്ചാട്ടം. പശ്ചിമഘട്ട മലനിരകളുടെ വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള കാഴ്ചകൾ. ഇങ്ങോട്ടുള്ള യാത്രയും വിവരണാതീതമാണ്. മൊത്തത്തിലുള്ള ഞങ്ങൾ സൂപ്പറാണ്. നല്ല വൈബാണ്. നല്ല ഇവിടെ സ്ഥലമാണ്. പക്ഷെ ഇവിടെ പാർക്കിംഗ് ഫീസിന്റെ ഒരു ഇതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആ നല്ലതാ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. പക്ഷേ നമ്മളെ ഈ എൻട്രി അതിന്റെ ചെറിയ പ്രശ്നം. അടിപൊളിയാ, മഴക്കാലത്ത് അടിപൊളിയാ. സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടി ഉയരത്തിലാണ് പൈതൽ മല സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മറ്റൊരു ചെരുവിലാണ് ഈ പൈതൽക്കുണ്ട് വെള്ളച്ചാട്ടം. അങ്ങോട്ടേക്ക് താഴ്ഭാഗത്തു നിന്ന് കുറച്ചധികം ദൂരം മുകളിലേക്ക് നടന്നു തന്നെ കയറണം. അതും ഒരു അനുഭവമാണ്. പാപ്പുവ വെള്ളച്ചാട്ടത്തിന് തൊട്ടു സമീപത്തേക്കുള്ള യാത്ര സാഹസികമാണ്. സുരക്ഷ സ്വയം ഉറപ്പാക്കണം. DTPCയുടെ നിയന്ത്രണമില്ലാത്തതിനാൽ പ്രത്യേക സുരക്ഷാ നിരീക്ഷണങ്ങളില്ല. വെള്ളച്ചാട്ടത്തിന്റെ യഥാർത്ഥ ഭംഗി അറിയണമെങ്കിൽ ഈ ലൊക്കേഷനിൽ എത്തണം. ഒരു രക്ഷയുമില്ലാത്ത വൈബാണ്. സഞ്ചാരികൾ അവധി ദിവസവും ഞായറാഴ്ച നല്ലപോലെ ആളുണ്ട്. പിന്നെ ഇട ദിവസവും കുഴപ്പമില്ലാത്ത ആളുണ്ട്. ഒരു മെയ് മാസം തൊട്ട് ഒരു ഫെബ്രുവരി പകുതി വരെ സീസണാണ്. അത് കഴിഞ്ഞ് പിന്നെ വെള്ളമുണ്ട്. അന്നേരം ഒത്തിരി പേര് കൃഷിക്ക് വേണ്ടിയിട്ട് 100 കണക്കിന് ഹോസ് താഴത്തോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് വെള്ളം കുറവാണ്. അന്നേരം സഞ്ചാരികൾ എന്നാലും വരുന്നുണ്ട്. സഞ്ചാരികൾ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും മലയും വെള്ളച്ചാട്ടവും
മലയോരത്തെ ഗ്രാമങ്ങളിൽ ടൂറിസം ഭൂപടത്തിൽ വേണ്ടത്ര ഇടം ലഭ്യമാകാതെ പോയ ഇതുപോലെ നിരവധി മനോഹര സ്ഥലങ്ങളുണ്ട്. കണ്ടാലും കണ്ടാലും മതിവരാത്ത, കാഴ്ചകൾ തീരാത്ത പ്രകൃതിയൊരുക്കിയ വശ്യമനോഹരമായ ഇടങ്ങൾ. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. ഏതായാലും മഴ പെയ്താൽ മനസ്സ് നിറയ്ക്കുന്ന അനുഭവമാവും കാപ്പിമല യാത്രയും പൈതൽക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് സംശയമില്ല. അത്ര മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഇത്ര കാലം ഇതൊക്കെ അറിയപ്പെടാതെ പോയി എന്ന് ചിലപ്പോൾ കണ്ണൂരുകാരായ പ്രേക്ഷകരെങ്കിലും അത്ഭുതപ്പെടുന്നുണ്ടാവും. ഏതായാലും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ തന്നെയാണ് റൈഡിംഗ് റിപ്പോർട്ടർ നിങ്ങളിലേക്ക് എത്തിക്കുക. ഇനിയും ഏറെ കാഴ്ചകളുണ്ട്, അറിയപ്പെടാത്ത ഇടങ്ങളുണ്ട്, മനോഹരമായ ദൃശ്യങ്ങളുണ്ട്, നിങ്ങളിലേക്ക് എത്തും അടുത്ത ദിവസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.